റഷ്യയുടെ നടുപൊടിച്ചിരിക്കുന്നു ഉക്രൈൻ. യുദ്ധം സത്യത്തിൽ റഷ്യയുടെ നടുപൊടിക്കുന്നു. യുദ്ധത്തിന് പടയാളികളില്ല. 10 ലക്ഷം റഷ്യൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടെന്ന് ബ്രിട്ടീഷ് കണക്കുകൾ പറയുന്നു. കൂലിപ്പട്ടാളത്തിൽ ചേരാൻ വിദേശികൾക്ക് ലക്ഷങ്ങൾ ശമ്പളവും ബോണസും പൗരത്വവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന തലത്തിലേക്ക് എത്തുന്നു ഒരു യുദ്ധം. പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുകയാണ് റഷ്യ. ഏകദേശം 4 വർഷമായി തുടരുന്ന യുദ്ധം അത് റഷ്യയുടെ നടുപൊടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ദീർഘകാലം ഉക്രൈൻ പിടിച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 7 ലക്ഷം സൈനികർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എത്ര പേർ കൊല്ലപ്പെട്ടെന്നോ എത്ര പേർക്ക് പരുക്കേറ്റെന്നോ ചികിത്സയിലാണെന്നോ ഉള്ള വിവരങ്ങൾ ഒന്നും തന്നെ റഷ്യ പുറത്തുവിടുന്നില്ല. കുറഞ്ഞത് 10 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയിലെ സ്വതന്ത്ര വെബ്സൈറ്റായുള്ള മീഡിയ സോണയും BBC-യും സന്നദ്ധ പ്രവർത്തകരുടെ സംഘവും ചേർന്ന് യുക്രൈനിൽ കൊല്ലപ്പെട്ട 1,60,000 സൈനികരുടെ പേരുകൾ സ്വീകരിച്ച് പുറത്തുവിട്ടിരുന്നു. ഇതിൽ 550 പേരുകൾ 2 ഡസനിലേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അടക്കം 40-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് കൂലിപ്പടയാളികൾ റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനിൽ പോരാടുന്നുണ്ട്. 2024 ഉടമ്പടി പ്രകാരം ഉത്തര കൊറിയ സ്വന്തം സൈനികരെ നേരിട്ട് അയച്ചിട്ടുണ്ട്. അതും പോരാതെ വന്നതോടെയാണ് തട്ടിപ്പ് റിക്രൂട്ടിംഗ് നടത്തി ആ ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിദേശ പൗരന്മാരെ റഷ്യൻ പട്ടാളം വിലക്കെടുക്കുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന റഷ്യൻ പട്ടാളക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നത് സ്വന്തം നാട്ടിലുണ്ടാക്കുന്ന അമർഷം തിരിച്ചറിഞ്ഞാണ് ഭരണകൂടം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂലിക്ക് ആളെയെടുത്ത് യുദ്ധത്തിനയക്കുന്നത്. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഇറാഖ്, കെനിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്ന് യുവാക്കൾ ചതിക്കപ്പെട്ടും പണത്തിൽ ആകൃഷ്ടരായും റഷ്യൻ പട്ടാളത്തിനൊപ്പം എത്തുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ വർഷം 3 ലക്ഷം പേരെ കരാർ അടിസ്ഥാനത്തിൽ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതുമാത്രമോ, ജയിലുകളിൽ നിന്ന് ക്രിമിനലുകളെ മോചിപ്പിച്ച് യുദ്ധത്തിനയച്ചു. എല്ലാവർക്കും വൻതുക ശമ്പളം, കടം ഏറ്റെടുക്കലും മറ്റ് ആനുകൂല്യങ്ങളും, നിർബന്ധിത റിക്രൂട്ട്മെന്റ് പേടിച്ച് 10,000-കണക്കിന് യുവാക്കളെ റഷ്യ വിട്ടുപോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. പട്ടാളത്തിന്റെ കരാറിൽ ഒപ്പിടുന്ന റഷ്യക്കാർക്ക് കിട്ടുന്ന ബോണസ് മാത്രം ഏകദേശം $50,000 അമേരിക്കൻ, 45 ലക്ഷത്തോളം രൂപ വരും. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വേറെ, നികുതി ഇളവുകൾ, കടം ഒഴിവാക്കി കൊടുക്കൽ തുടങ്ങിയവ വേറെ സംവിധാനങ്ങളായി നിൽക്കുന്നു. റഷ്യയിലെ ചില മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ ശരാശരി വാർഷിക വരുമാനം 18 ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന് നമ്മൾ ഓർക്കുക. അവിടെയാണ് ഇവർക്ക് 45 ലക്ഷം രൂപ നൽകുന്നത്. വിദേശികൾക്ക് പണത്തിനൊപ്പം പൗരത്വം കൂടിയാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ